പ്രത്യേക വാക്സിൻ നയം നടപ്പിലാക്കുന്നതിന് അതിൻ്റെ ചിലവ് പഠിക്കുന്നതിന് പ്രത്യേക സമിതിയൊക്കെ സർക്കാർ അങ്ങ് നിയോഗിച്ചിരിക്കുകയാണ്. അവലോകന കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു. സർക്കാർ ഉത്തരവിനായി ഇറക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി അധ്യക്ഷയായ 3 സമിതിയാണ് ഇതിനായി രൂപീകരിച്ചത്. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ ഒരു സമിതി അതെന്താണ് ഉത്തരവിൽ കൃത്യമായി പറയുന്നത് മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിൻ്റെ വാക്സിൻ നയത്തിൻ്റെ ചുവട് പിടിച്ച് സംസ്ഥാനത്ത് വാക്സിൻ നയം നടപ്പിലാക്കുന്നതിന് എന്തിനാണ് ഇത്തരത്തിലൊരു സമിതി? ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഈ ഉത്തരവിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ കൃത്യമായ വിവരണങ്ങൾ? ഉമേഷ്, നിലവിൽ സംസ്ഥാനത്ത് പ്രത്യേക വാക്സിൻ നയം നടപ്പിലാക്കുന്നതിനാണ് അവലോകന കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഈ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിയാണ് ഈ 3 സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. നേരത്തെ ഇത്തരത്തിലൊരു ഈ പ്രത്യേക വാക്സിൻ നയത്തിന് വേണ്ടി ഈ കമ്മിറ്റിയെ നിയോഗിച്ച് പഠിക്കുക എന്നൊരു തീരുമാനത്തിലൊക്കെ പോയിരുന്നുവെങ്കിലും ഈ സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രത്യേക വാക്സിൻ നയം രൂപീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു നയത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ 3 സമിതിയൊക്കെ നിയോഗിച്ച് ചിലവുകളെയൊക്കെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യത തന്നെയാണ്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വാക്സിൻ നയത്തിൻ്റെ ചുവട് പിടിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിലൊരു അധിക ബാധ്യത വരുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പഠിക്കേണ്ട ആവശ്യകത എന്താണെന്നൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഇടയിലാണ് ഇവർ അധിക ബാധ്യത തലയിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വാക്സിൻ നയം പഠിക്കുന്നതിനായി കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഈ മരുന്ന് വിതരണം അതുപോലെ തന്നെ വാക്സിൻ നയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചിലവുകളുടെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനൊരു ധാരണ ഇല്ലാത്തൊരു ഘട്ടമാണ്. ധനവകുപ്പിനും ഇതിനെ സംബന്ധിച്ചൊരു ധാരണയില്ല. അപ്പോൾ ധനവകുപ്പ് ഈ കാര്യങ്ങളിലൊക്കെ വിശദമായി ഇടപെടാത്തത് കൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ചിലവുകളെ കുറിച്ച് പഠിക്കാനും വാക്സിൻ നയം നടപ്പിലാക്കാൻ എന്തുമാത്രം ചിലവ് ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഈ വാക്സിൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തര ഘട്ടത്തിൽ ആവശ്യമുള്ള വാക്സിൻ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നുണ്ട്. ആദ്യം മുന്നോട്ട് വെക്കുന്നത് അടിയന്തര ഘട്ടത്തിൽ ലഭ്യമാകേണ്ടവ, ഏറ്റവും അത്യാവശ്യം ലഭ്യമാവേണ്ടവ, ഒഴിച്ചുകൂടാനാവാത്തവ തുടങ്ങി ഈ പട്ടികയിൽ വരുന്ന വാക്സിനുകളാണ്. അല്ലെങ്കിൽ ആ വാക്സിനുകൾ വാങ്ങുക, അതിനു വേണ്ടിയിട്ടുള്ള ചിലവ്, മറ്റു കാര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിദഗ്ധ സമിതി അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് പഠനം നടത്തുന്നത്. ഈ പഠനത്തിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഈ പഠനത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലേക്കുള്ള വാക്സിനൊക്കെ ലഭ്യമാക്കുക. നമുക്കറിയാം, സംസ്ഥാനത്ത് മരുന്ന് വാങ്ങുന്നതിൽ തന്നെ അധിക ധനപ്രതിസന്ധിയാണ് നിലവിൽ നിൽക്കുന്നത്. ഏതാണ്ട് 150 കോടിയോളം രൂപ കമ്പനികൾക്കൊക്കെ മറ്റും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അധിക ബാധ്യത എടുത്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ചിലവ് വരുമെന്ന് പോലും മുന്നിൽ കാണാതെ സംസ്ഥാന സർക്കാർ ഒരു വാക്സിൻ നയത്തിലേക്ക് അല്ലെങ്കിൽ വാക്സിൻ നയത്തിനായിട്ടൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് എന്തായാലും വരുന്ന ഒരാഴ്ചക്കകത്ത് ഇതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഈ വാക്സിൻ നയം നടപ്പിലാക്കുന്നത്. ഉമേഷ്, ശരി ടിൻഡു, വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് ടിൻഡു ആണ്.